നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷിരൂരെ മണ്ണിടിച്ചിൽ കുടുങ്ങിയവരെ തിരയുന്നതിനായി എത്തേണ്ടിയിരുന്ന ബൂം എക്സ്കവേറ്റർ എത്താൻ വൈകും. ബൂം എക്സ്കവേറ്റർ വഹിച്ച വാഹനത്തിന്റെ യന്ത്ര തകരാർ മൂലമാണ് വൈകുന്നത്. സ്ഥലത്തേക്ക് സ്നിഫർ ഡോഗുകളെ എത്തിക്കുകയാണ്. എലീന എന്ന സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് അർജുന്റെ ലോറി കണ്ടെത്താനുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുക. ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന നാളെ നടക്കും. 2.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന 20 മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഉപകരണമാണ് ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഡൽഹിയിൽ നിന്ന് എത്തിക്കേണ്ട ഈ സിസ്റ്റം വ്യോമമാർഗം കൊണ്ടുവരേണ്ടെന്ന വിദഗ്ധ ഉപദേശത്തെ തുടർന്ന് രാജധാനിയിൽ റെയിൽ മാർഗമാണ് ഈ സിസ്റ്റം എത്തിക്കുന്നത്. നാളെ ഉച്ചയോടെ ഈ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നു. അതിനിടെ അർജുൻ അടക്കം ഷിരൂർ അപകടത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി NDRF സംഘം പുഴയിൽ പരിശോധന തുടങ്ങി. നിലവിൽ നടക്കുന്ന തിരച്ചിലിൽ തൃപ്തി എന്ന അർജുന്റെ ബന്ധു ജിതിൻ പ്രതികരിച്ചു. ശുഭാപ്തി വിശ്വാസമെന്നും ജിതിൻ വ്യക്തമാക്കി. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ എത്തുമെന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നും ജിതിൻ പറഞ്ഞു. അർജുന് വേണ്ടി കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ സംതൃപ്തി ഉണ്ടെന്നാണ് അർജുന്റെ ബന്ധു ജിതിൻ പറയുന്നത്. സന്നദ്ധ പ്രവർത്തകരെ ഇനിയും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. പുഴയിലെ പരിശോധനയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുക നാവികസേന അടക്കമുള്ളവർക്കാണെന്നും ജിതിൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടക്കുന്നയിടത്തേക്ക് കടക്കാൻ ജില്ലാ കളക്ടറേറ്റ് കയറാൻ അനുമതി ലഭിച്ചിട്ടില്ല എന്നും അതിനായാണ് എത്തിയതെന്നും ജിതിൻ പറഞ്ഞു. അനുമതി ചോദിക്കാനാണ് എത്തിയത്. നദിയുടെ തീരത്തുള്ള മൺകൂമ്പാരത്തിലായിരിക്കും ഇന്നത്തെ പരിശോധനയെന്നാണ് അധികൃതർ അറിയിച്ചതെന്നും ജിതിൻ പറഞ്ഞു. അർജുന് വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തിരച്ചിൽ തുടരും. ലോകഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് അത്യാധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക. ഗംഗാവലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തു നിന്ന് തന്നെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത്. വെള്ളത്തിന്റെ അടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ, വേഗം എന്നിവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ. കണ്ടെത്തിയ 2 സിഗ്നലുകളിലും വലിയ വസ്തുവിന്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തിരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനർ ഷിരൂരിലും ഉപയോഗിക്കും. 17 മനുഷ്യ ശരീരങ്ങളും 36 വാഹനങ്ങളും ഇത് ഉപയോഗിച്ച് കണ്ടെത്താനായിരുന്നു. ഡ്രോൺ സംവിധാനത്തിൽ സ്കാനർ ഘടിപ്പിച്ചായിരിക്കും പരിശോധന. 8 മീറ്ററും 90 മീറ്ററും വരെ ആഴത്തിൽ പരിശോധന നടത്താവുന്ന 2 സ്കാനറുകളാണുള്ളത്. മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം വേർതിരിച്ചറിയാൻ ഇതിന് സാധിക്കും. നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത്. കരയിൽ നിന്ന് 40 മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത്. ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളാകാം ഇത് എന്നാണ് സൈന്യത്തിന്റെ അനുമാനം. അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡൈവർമാർക്ക് നദിയിൽ കാര്യമായി തെരച്ചിൽ നടത്താനായില്ല. അർജുൻ ഉൾപ്പെടെ 3 പേർക്കായാണ് തിരച്ചിൽ നടത്തുന്നത്. ജൂലൈ 16 രാവിലെ 8:30ഓടെയാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണ് അപകടമുണ്ടായത്. അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നിരവധി തിരച്ചിലുകളാണ് നടത്തിയത്. അതേസമയം ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയും കുത്തൊഴുക്കും തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.